വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരുവും മുരിങ്ങാക്കായയും കൊണ്ട് നല്ലൊരു സൂപ്പർ കറിയാണ്. ഈ കറി എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായി കഴിക്കാം. തയ്യാറാക്കാനായി 5 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞ് ഉള്ളിലത്തെ ബ്രൗൺ കളറ് കളയുന്നില്ല, അത് ആരോഗ്യത്തിന് നല്ലതാണ്. പുറത്തെ തൊലി മാത്രം കളഞ്ഞെടുക്കാം. ചക്കക്കുരുവിൽ ഇതുപോലെ തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങാക്കായയുടെ പുറത്തെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഇതും നീളത്തിൽ മുറിച്ചെടുക്കാം. ചക്കക്കുരുവും മുരിങ്ങാക്കായലും കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചെടുക്കണം. വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. തക്കാളി കൂടുതൽ ചേർക്കുമ്പോൾ പുളി കൂടുതലുണ്ടാവും, അതുകൊണ്ട് കൂടുതൽ ചേർക്കണ്ട. 2 പച്ചമുളക്, ഒരു സവാള. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം. 2 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും ചക്കക്കുരുവൊക്കെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 2 പിടി തേങ്ങ, 1/4 ടീസ്പൂൺ നല്ല ജീരകം, മല്ലി വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് വെള്ളം ഒഴിച്ച് നൈസായി അരച്ചെടുക്കണം. നൈസായി അരച്ചെടുത്താലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് വേവിച്ച് വെച്ച ചക്കക്കുരുവും മുരിങ്ങാക്കായയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് ഒഴിച്ചു കൊടുത്ത് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തള വരുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാതെ തന്നെ കറി നല്ല ടേസ്റ്റാണ്. ഇഷ്ടമില്ലവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കടായി അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ഒരു 8 ചെറിയുള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ മുരിങ്ങാക്കായ ചക്കക്കുരു കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയറും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.